ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ പേരും യൂസർ നെയിമും മാറ്റാം, സിമ്പിളായി മാറ്റാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ കുറിച്ചാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് അറിയാത്ത രീതിയിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പേര് യൂസർ നെയിമൊക്കെ കൊടുത്തിട്ട് നമ്മൾ വിടാറ് അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് തോന്നുന്നു ഇങ്ങനെ പേര് മാറ്റിയല്ലോ എന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ന്യൂ യൂസർ ആണെങ്കിൽ നമുക്ക് അറിയണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഈ ഓപ്ഷൻ എവിടെയെന്നൊന്നും അറിയണ്ടാവില്ലല്ലോ, പേര് മാറ്റുന്നതോ യൂസർ നെയിം മാറ്റുന്ന ഓപ്ഷൻ എവിടെയെന്നൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പോൾ അറിയണവരാണെങ്കിൽ ഒന്നും അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പേര് യൂസർ നെയിം മാറ്റാനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാവും താഴെ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ, എഡിറ്റ് പ്രൊഫൈൽ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വരിക ഇൻ്റർഫേസ് ആണ്. ഇതിൽ നമുക്ക് മേലെ കാണാൻ പറ്റും ചേഞ്ച് പ്രൊഫൈൽ ഫോട്ടോ എഴുതിയിട്ടുണ്ടാവും. അതിന് താഴെയായിട്ട് നമുക്ക് നെയിമിൻ്റെ സെക്ഷൻ ഉണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് യൂസർ നെയിമിൻ്റെ സെക്ഷൻ ഉണ്ട്. അവിടെ നെയിമിൻ്റെ സെക്ഷനിൽ നമ്മുടെ കറണ്ടിൽ ഇപ്പോഴത്തെ പേരുണ്ടാവുക, ആ പേരിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയിൽ ടെക് ടോപ്പിക്സ് മേലെന്നാണ് നിങ്ങളുടെ പേരിൽ എന്താ വെച്ചാൽ കൊടുത്തുള്ള അവിടെ ഉണ്ടാവും. അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും പുതിയ പേര് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മേലെ ടിക്ക് മാർക്ക് കൊടുക്കുക. അത്ര മാത്രം ചെയ്യുക. പിന്നെ ഗൈസ്, ഞാനിപ്പോൾ പേരും യൂസർ നെയിമൊന്നും മാറ്റണില്ല. അപ്പോൾ പേരിൻ്റെ സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ പുതിയ പേര് കൊടുക്കുന്നതിന് ശേഷം നമുക്ക് മേലെ ടിക്ക് മാർക്ക് ഉണ്ടാവുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വരും ഇൻ്റർഫേസ് ആണ്. ഇനി നമുക്ക് എങ്ങനെ യൂസർ നെയിം ചേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് താഴെ രണ്ടാമതായിട്ട് യൂസർ നെയിമിൻ്റെ സെക്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കറണ്ടിൽ ഇപ്പോഴത്തെ യൂസർ നെയിം കാണാൻ പറ്റും. ആ യൂസർ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ യൂസർ നെയിമും നമുക്ക് അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ചില യൂസർ നെയിം കൊടുക്കുമ്പോൾ നോട്ട് അവൈലബിൾ എന്നൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് അവൈലബിൾ ആവണ യൂസർ നെയിം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമുക്ക് മേലെ കാണാൻ പറ്റും ഒരു ടിക്ക് മാർക്ക്, ആ ടിക്ക് മാർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വരും ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഈ ഇൻ്റർഫേസാണ് നമ്മുടെ ഫൈനൽ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൽ നമ്മൾ പേര് യൂസർ നെയിം ഒക്കെ ചേഞ്ച് ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് മേലെ ടിക്ക് മാർക്ക് കാണാൻ പറ്റും. ആ ടിക്ക് മാർക്ക് മസ്റ്റായിട്ട് കൊടുക്കുക. അത് കൊടുത്താൽ മാത്രം നമ്മുടെ പേര് ചേഞ്ച്ഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ ടിക്ക് മാർക്ക് മസ്റ്റായി കൊടുക്കുക. മിക്ക ആൾക്കാരെ കൊടുക്കാറില്ല, പേര് യൂസർ നെയിം മാറ്റും എന്നിട്ട് ബാക്ക് ബട്ടൺ അമർത്താറ പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാറില്ല. അപ്പോൾ നമ്മൾ ടിക്ക് മാർക്ക് മസ്റ്റായി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേര് ചേഞ്ച്ഡ് ആവും. അപ്പോൾ സിമ്പിളായി ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഓക്കെ, ബൈ.